എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ചെയ്യാനാണ്. കാരണം മലയാള സിനിമ ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ വലിയൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ വലിയൊരു കടമ്പ അല്ലെങ്കിൽ വലിയൊരു റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ഏകദേശം 50 കോടി കളക്ഷൻ നേടിയെന്ന് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടതാണ്. അതോടുകൂടി 2024 നിലവിൽ മെയ് ആയിട്ടുള്ളൂ, 5 മാസം ഫിനിഷ് ആയിട്ടില്ല. ഈ 5 മാസത്തിന്റെ ഇടക്ക് തന്നെ 1000 കോടി എന്ന വലിയൊരു സംഖ്യയിലേക്ക് മലയാള സിനിമ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുകയാണ്. കാരണം ഒരു ഫുൾ ഇയർ 365 ദിവസവും മലയാള സിനിമ റിലീസ് ചെയ്തിട്ട് ഒരു വർഷങ്ങളിൽ പോലും 1000 കോടി എന്ന ഈ വലിയൊരു കടമ്പ കടക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ആ ഒരു വലിയ റെക്കോർഡ് മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ 1000 കോടി എന്ന ഈ റെക്കോർഡിലേക്ക് എത്തിപ്പെടാൻ കാരണം ഒരു 12 സിനിമകളാണ്. അത് ഏതൊക്കെയാണ്, അതിന്റെ കളക്ഷൻ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒന്ന് മഞ്ഞുമൽ ബോയ്സ് ആണ്. നിലവിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറിയ മഞ്ഞുമൽ ബോയ്സ് 242.5 കോടി രൂപ ആണ് മൊത്തം കളക്ട് ചെയ്തത്. പിന്നെ നിലവിൽ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആടുജീവിതമാണ് 2ാം സ്ഥാനത്ത്, 158.5 കോടിയാണ് അതിന്റെ കളക്ഷൻ. 3ാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ നായകനായ ആവേശം 156 കോടി. 4ാം സ്ഥാനത്ത് നെസ്ലൻ മമിത ബൈജു കോമ്പിനേഷനിൽ വന്ന പ്രേമലു 136.25 കോടി. 5ാം സ്ഥാനത്ത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വന്ന വർഷങ്ങൾക്ക് ശേഷമാണ് 83 കോടി. 6ാം സ്ഥാനത്ത് ഭ്രമയുഗം 58.8 കോടി. 7ാം സ്ഥാനത്ത് ഗുരുവായൂർ അമ്പലനടയിലാണ് നിലവിൽ 50 കോടി കടന്ന് മുന്നോട്ട് കുതിക്കുന്ന സിനിമയാണ് അത്. 8ാം സ്ഥാനത്ത് എബ്രഹാം ഓസ്ലറാണ് 40.85 കോടി. 9ാം സ്ഥാനത്ത് മലയക്കോട്ടെ വാലിബൻ 30 കോടി. 10ാം സ്ഥാനത്ത് മലയാളി ഫ്രം ഇന്ത്യ 19 കോടി. 11ാം സ്ഥാനത്ത് അന്വേഷിപ്പിക്കും കണ്ടെത്തും 17 കോടി. 12ാം സ്ഥാനത്ത് പവി കെയർടേക്കറാണ് 12 കോടി. പിന്നെ മറ്റുള്ള എല്ലാ സിനിമകളും കൂടെ ഏകദേശം 20 കോടിന്റെ മുകളിൽ. അങ്ങനെ 1025 കോടിയോളം രൂപയാണ് ഈ വർഷം ഇന്നലെ വരെ മലയാള സിനിമ കളക്ട് ചെയ്തത്. ഇനിയും വലിയ വലിയ സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. ഇനി അടുത്ത വലിയ റെക്കോർഡായിട്ടുള്ള 1500ഉം 2000ഉം കടന്ന് മലയാള സിനിമ ഈ വർഷം മുന്നോട്ട് കുതിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല നല്ല സിനിമകൾ ഇറങ്ങി നല്ല രീതിയിലുള്ള ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വലിയ റെക്കോർഡും കൂടെ മലയാള സിനിമ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം പുതിയ വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.